പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ സമയത്തിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വലിയ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സ്ഥിരം ജോലിക്ക് തടയിടുകയാണ് സംസ്ഥാന സർക്കാർ. സമഗ്ര ശിക്ഷ കേരളയിൽ ജോലി ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാമെന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. ജീവനക്കാരെ പെരുവഴിയിലാക്കുന്ന തീരുമാനമെന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫെഡറേഷൻ ഓഫ് കേരള പറയുന്നു. സർക്കാർ സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കാണാം ന്യൂസ് മലയാളം ദി ബിഗസ്റ്റ്. സംസ്ഥാനത്തെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠന പിന്തുണ നൽകുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായി 2813 പേരാണ് നിലവിലുള്ളത്. ഭിന്നശേഷി പഠന പിന്തുണ മാനദണ്ഡമനുസരിച്ച് എലിമെന്ററി സ്കൂളുകളിൽ 10 കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നും സെക്കൻഡറി സ്കൂളുകളിൽ 15 കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിലാണ് അധ്യാപക അനുപാതം. സംസ്ഥാനത്തെ 1,25,000 ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും പഠന പിന്തുണ നൽകണമെങ്കിൽ 9,000 പേരെ നിയമിക്കണം. പുതിയ തസ്തികകൾ ഉണ്ടായാൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത സർക്കാരിന് വരുമെന്ന് കണ്ടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം നൽകിയതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചുള്ള സ്ഥിര നിയമനം നടത്താതെ കരാർ നിയമനവും ക്ലസ്റ്റർ നിയമനവും നടത്തുക വഴി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സ്ഥിരം ജോലി എന്ന സ്വപ്നം ഇല്ലാതാവുകയാണ്. ഭിന്നശേഷി മേഖലയ്ക്ക് മുഴുവനും ആശങ്ക സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു അഫിഡാവിറ്റാണ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചത്. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന കേരളത്തിന്റെ വാദം വെറും കടലാസിൽ ഒതുങ്ങുന്നതാണെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അഫിഡാവിറ്റ്. കേരളത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുന്നതിന് വേണ്ടുന്ന യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഏകദേശം 25 വർഷത്തോളം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ ജീവിതം തുലാസിലാക്കുന്ന ഈ നടപടികൾ അവസാനിപ്പിച്ച് കോടതി ഉത്തരവ് എത്രയും വേഗം നടപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. 2019 ആദ്യമായി ഭിന്നശേഷി സൗഹൃദ വിദ്യാഭ്യാസ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത്. ഭിന്നശേഷി പഠന രംഗത്തെ കേരളത്തിന്റെ മികച്ച ഇടപെടലാണ് ഇതിനെ പ്രാപ്തമാക്കിയത്. എന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടെന്നാണ് അധ്യാപകർ ആരോപിക്കുന്നത്. ഈ രംഗത്തെ അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 വർഷമായി നൽകേണ്ട 60% തുക അനുവദിക്കാത്തത് മേഖലയിൽ വലിയ പ്രതിസന്ധിയായിരിക്കെയാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ഇതോടെ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചുള്ള സ്ഥിരം ജോലി എന്ന പ്രതീക്ഷ ഇല്ലാതാവുമോ എന്ന ആശങ്കയിലാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. കോടതി ഉത്തരവ് നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ കോടതി ലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഫെഡറേഷന്റെ തീരുമാനം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.